സുവർണ കഥകളിലേക്ക് സ്വാഗതം. നിശബ്ദമായ വേർപിരിയൽ. എഴുതിയത് സിജു ജേക്കബ്. കൂടെയുണ്ടെങ്കിലും ഇല്ലാത്ത സാന്നിധ്യം. ഒരു ബന്ധത്തിൻ്റെ അവസാനം എപ്പോഴാണ് സംഭവിക്കുന്നത്? വാതിലിലൂടെ ആരെങ്കിലും പുറത്തിറങ്ങുന്ന നിമിഷമോ? സാധനങ്ങൾ പൊതിഞ്ഞെടുക്കുന്ന ദിവസമോ? അതോ വിവാഹമോചന പേപ്പറുകളിൽ ഒപ്പിടുന്ന നിമിഷമോ? അല്ല, യഥാർത്ഥ വേർപിരിയൽ സംഭവിക്കുന്നത് അതിനേക്കാൾ വളരെ മുമ്പാണ്. നിശബ്ദമായി, അദൃശ്യമായി, ആരും ശ്രദ്ധിക്കാതെ. ഒരു ദിവസം പെട്ടെന്ന് നിങ്ങൾ തിരിച്ചറിയും, നിങ്ങളുടെ ഭാര്യയുടെ ജീവിതത്തിൽ നിങ്ങൾ ഇനിയില്ലെന്ന്. ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ, ഒരേ കിടക്കയിൽ, അതേ മേശയിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും അവളുടെ ലോകത്ത് നിങ്ങൾക്കിടമില്ലെന്ന്. അവൾ ചിരിക്കുന്നത് നിങ്ങൾ കാണും. പക്ഷേ ആ ചിരിയിൽ ഒരു കാലത്ത് നിങ്ങൾക്കായി മാത്രം കരുതി വച്ചിരുന്ന ആ തിളക്കമില്ല. അവളുടെ ശബ്ദം നിങ്ങൾ കേൾക്കും. പക്ഷേ ആ വാക്കുകൾ നിങ്ങളെ തേടി എത്തുന്നില്ല. അവ വെറും ഔപചാരികതകളാണ്, ജീവിതം തുടരുന്നതിനുള്ള നിർബന്ധിത സംഭാഷണങ്ങൾ. എന്നത്തെ പോലെ അവൾ നിങ്ങൾക്ക് കാപ്പി വച്ചു തരും, ഭക്ഷണമുണ്ടാക്കിത്തരും, വസ്ത്രങ്ങൾ അലക്കിയിടും. എന്നാൽ ആ പ്രവർത്തനങ്ങളിലെല്ലാം ഒരു കാലത്തുണ്ടായിരുന്ന ആ സ്നേഹത്തിൻ്റെ മൃദുത്വം, ആർദ്രത, അവളുടെ വിരലുകൾക്കിടയിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന ആ പ്രണയഭാവം ഇനിയില്ല. അവയെല്ലാം ഇപ്പോൾ വെറും ശീലങ്ങൾ മാത്രം. നിങ്ങൾ അവളെ നോക്കുമ്പോൾ മുമ്പ് കാണാൻ ആഗ്രഹിക്കാതിരുന്ന ഒരു സത്യം കണ്ണിൽപ്പെടും. അവളുടെ ശരീരം അവിടെ തന്നെ ഉണ്ടെങ്കിലും അവളുടെ നോട്ടം മാഞ്ഞുപോയി എന്ന്. ഒരു കാലത്ത് നിങ്ങളെ തേടിയെത്തിയിരുന്ന ആ കണ്ണുകൾ ഇപ്പോൾ നിങ്ങളെ കടന്നു പോകുന്നു, നിങ്ങളിലൂടെ കടന്നു പോകുന്നു, നിങ്ങളെ കാണാതെ കടന്നു പോകുന്നു. സത്യമിതാണ്, ഒരു സ്ത്രീ പോകുന്നത് അവൾ ലഗേജ് പൊതിഞ്ഞെടുക്കുന്ന ദിവസമല്ല. അവൾ പോകുന്നത് അതിനേക്കാൾ വളരെ മുമ്പാണ്. അവൾ ശാഠ്യം കൈവിടുന്ന ദിവസം. നമുക്ക് സംസാരിക്കണമെന്ന് പറയുന്നത് നിർത്തുന്ന ദിവസം. കണ്ണീരൊഴുക്കി വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് അവസാനിക്കുന്ന ദിവസം. എന്തുകൊണ്ട് നീ എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന ആ നിലവിളി ശമിക്കുന്ന ദിവസം. പരാതികൾ അർത്ഥശൂന്യമാണെന്ന് തിരിച്ചറിയുന്ന ദിവസം. അവൾ ആന്തരികമായി കീഴടങ്ങുന്ന ആ നിമിഷം. ഇതിനകം തകർന്നു പോയത് തൻ്റെ വാക്കുകൾ കൊണ്ടോ കണ്ണീർ കൊണ്ടോ പരിശ്രമം കൊണ്ടോ നന്നാക്കാൻ കഴിയില്ലെന്ന്. അപ്പോഴാണ് അവൾ യഥാർത്ഥത്തിൽ പോകുന്നത്, ആ മൗനമായ കീഴടങ്ങലിൻ്റെ നിമിഷത്തിൽ. നിങ്ങളൊരു പക്ഷേ എല്ലാം ശരിയാണെന്ന് വിശ്വസിച്ച് അവിടെ തന്നെ നിൽക്കും. പതിവുകൾ നിൽക്കുന്നുണ്ടല്ലോ എന്ന ആശ്വാസത്തിൽ. വഴക്കുകളില്ലെങ്കിൽ എല്ലാം സുഗമമാണ് എന്ന തെറ്റിദ്ധാരണയിൽ. നിശബ്ദത സമാധാനമാണെന്ന ഭ്രമത്തിൽ. ഒരു കൊടുങ്കാറ്റിന് മുമ്പുള്ള സമാധാനമാണ് ആ നിശബ്ദത എന്ന് നിങ്ങൾ അറിയുന്നില്ല. അല്ല, അത് കൊടുങ്കാറ്റിന് മുമ്പുള്ള സമാധാനം പോലുമല്ല. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ശൂന്യതയാണ്. എന്നാൽ ഒരു ദിവസം നിങ്ങൾ അവളെ ആലിംഗനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അവളുടെ ശരീരം തണുത്തതും അകന്നതും അപരിചിതവുമാണെന്ന് അനുഭവപ്പെടുമ്പോൾ, അവൾ യാന്ത്രികമായി അനുവദിക്കുകയും എന്നാൽ പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ, നിങ്ങൾ ഞെട്ടലോടെ മനസ്സിലാക്കും, അവൾ ഇനി ഇവിടെയില്ല എന്ന്. ജോലിയിലും ടെലിവിഷനിലും ഫോണിലും മറ്റെല്ലാറ്റിലും ശ്രദ്ധ തെറ്റിയപ്പോൾ, അവളെക്കുറിച്ച് തന്നെ മറന്നുപോയപ്പോൾ നിങ്ങൾക്ക് അവളുടെ ആത്മാവിനെ നഷ്ടമായി എന്ന്. അവിടെ അതേ മേൽക്കൂരയ്ക്ക് കീഴിൽ രണ്ടുപേരും ഒരേ സ്ഥലത്ത് ജീവിക്കുന്നുണ്ടെങ്കിലും രണ്ട് വ്യത്യസ്ത ലോകങ്ങളിൽ. ഏറ്റവും കഠിനമായ സത്യം നിങ്ങളെ ഇടിച്ചു വീഴ്ത്തും. അവിടെ തന്നെയുള്ളതും എന്നാൽ ഇനി നിങ്ങളുടേതല്ലാത്തതുമായ ഒരു സ്ത്രീയുടെ അസാന്നിധ്യത്തേക്കാൾ ദുഃഖകരമായ മറ്റൊരു അസാന്നിധ്യമില്ല. കാണുന്നുണ്ടെങ്കിലും കാണാതാകുന്ന ആ സാന്നിധ്യം. തൊടാമെങ്കിലും എത്താനാവാത്ത ആ അടുപ്പം. ഉണ്ടെങ്കിലും ഇല്ലാതാകുന്ന ആ ബന്ധം. ഇതാണ് ഒരു ദാമ്പത്യത്തിൻ്റെ ഏറ്റവും നിശബ്ദവും വേദനാജനകവുമായ മരണം. ശവസംസ്കാരമില്ലാത്ത മരണം.
വിലാപമില്ലാത്ത നഷ്ടം, പ്രഖ്യാപനമില്ലാത്ത വേർപിരിയൽ. എപ്പോഴാണ് ഒരു ബന്ധം അവസാനിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചിരുന്നുവല്ലോ. ഉത്തരമിതാണ്: നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നിർത്തിയ ആ ദിവസം, അവളെ കാണുന്നത് നിർത്തിയ ആ നിമിഷം, കേൾക്കുന്നത് മറന്നുപോയ ആ നിമിഷം, അവിടെ തന്നെ ഉണ്ടായിരുന്ന അവളെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയ ആ ദിവസം. വീണ്ടും കാണാം പ്രതീക്ഷയോടെ. നന്ദി.